Let's start learning English. മക്കളെ, വെൽക്കം ടു ക്ലാസ് 39. 39ാമത്തെ ക്ലാസ്സിലാണ് നിങ്ങളിരിക്കുന്നുള്ളത്. വേഗം അറ്റൻഡൻസ് ഇട്ടോളൂ. ഓക്കെ, അപ്പോൾ ടീച്ചർ ഇതുവരെ നമ്മൾ പഠിച്ച ആക്ഷൻ വേർഡ്സിൻ്റെ ബേസ് ഫോം V1 ഫോം, അതിൻ്റെ അർത്ഥം ഒന്ന് ഓടിച്ചു വിടാം. ഓക്കെ, ടീച്ചറുടെ കൂടെ തന്നെ ഒന്ന് അതിലൂടെ ഓടിച്ചു പോവുക നിങ്ങളും. ഓക്കെ, റെഡിയല്ലേ? സ്റ്റാർട്ട്. റൺ ഓടുക, ജംപ് ചാടുക, ഈറ്റ് തിന്നുക, ബ്രഷ് പല്ലു തേക്കുക, റീഡ് വായിക്കുക, ഡ്രിങ്ക് കുടിക്കുക, വാഷ് കഴുകുക, പ്ലേ കളിക്കുക, സിറ്റ് ഇരിക്കുക, വാക്ക് നടക്കുക, ഗോ പോകുക, കം വരിക, ക്ലൈം കയറുക, ഫ്ലൈ പറക്കുക, സ്വിം നീന്തുക, ടയർ കീറുക, കുക്ക് പാചകം ചെയ്യുക, കട്ട് മുറിക്കുക, റൈറ്റ് എഴുതുക, ലേൺ പഠിക്കുക, സ്റ്റാൻഡ് നിൽക്കുക, സ്ലീപ്പ് ഉറങ്ങുക, ഡാൻസ് നൃത്തം ചെയ്യുക, സിംഗ് പാടുക, പ്രേ പ്രാർത്ഥിക്കുക, ഡ്രോ വരയ്ക്കുക, വെയർ ധരിക്കുക, പുട്ട് ഇടുക, ടേക്ക് എടുക്കുക, സീ കാണുക, വാച്ച് കാണുക വീക്ഷിക്കുക, ഗ്രോ വളരുക വളർത്തുക, കോം ചീകുക, ബീറ്റ് അടിക്കുക തോൽപ്പിക്കുക, ഹിറ്റ് ഇടിക്കുക, കിക്ക് തൊഴിക്കുക, പ്രിപ്പയർ തയ്യാറാക്കുക തയ്യാറാവുക, മേക്ക് ഉണ്ടാക്കുക, ടീച്ച് പഠിപ്പിക്കുക, ബ്രിങ് കൊണ്ടുവരിക, ബൈ വാങ്ങുക, ബിഗിൻ തുടങ്ങുക, ബിക്കം ആയിത്തീരുക, ഡിഗ് കുഴിക്കുക, ഡു ചെയ്യുക, ഫർഗെറ്റ് മറക്കുക, ഫർഗിവ് പൊറുക്കുക, ഫോൾ വീഴുക, ഫീൽ തോന്നുക, ഫൈറ്റ് വഴക്കിടുക, ഫൈൻഡ് കണ്ടെത്തുക, ഫ്രീസ് തണുത്തുറയ്ക്കുക, ഗിവ് നൽകുക കൊടുക്കുക, ഹിയർ കേൾക്കുക, ലിസൺ ശ്രദ്ധിച്ചു കേൾക്കുക, കീപ്പ് വയ്ക്കുക, നോ അറിയുക, ലീഡ് നയിക്കുക, ലെൻഡ് കടം നൽകുക, റൈസ് ഉയരുക ഉദിക്കുക, സെൽ വിൽക്കുക, സ്പെൻഡ് ചെലവാക്കുക ചെലവഴിക്കുക, അഡ്വൈസ് ഉപദേശിക്കുക പറഞ്ഞു കൊടുക്കുക, പുഷ് തള്ളുക, പുൽ വലിക്കുക, ട്രൈ ശ്രമിക്കുക, ഫ്രൈ പൊരിക്കുക, ക്രൈ കരയുക, ഡ്രൈ ഉണക്കുക ഉണങ്ങുക, ക്ലീൻ വൃത്തിയാക്കുക അഴുക്കകറ്റുക, ടൈഡി അടുക്കി വയ്ക്കുക, ഡസ്റ്റ് പൊടി തട്ടുക, സ്വീപ്പ് അടിച്ചുവാരുക തൂത്തുവാരുക, മോപ്പ് തുടയ്ക്കുക, സ്പീക്ക് സംസാരിക്കുക ആശയം വ്യക്തമാക്കുക, ടോക്ക് അതും സംസാരിക്കുക പക്ഷേ സംഭാഷണം നടത്തുക, ടെൽ പറയുക, സേ പറയുക. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ടീച്ചർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ വാക്കുകൾ പറയുമ്പോഴങ്ങനെ ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ എഴുതി വച്ചത് എടുത്തെടുത്ത് ഇടയ്ക്കിടയ്ക്ക് വായിക്കുക. ഓക്കെ, ടെൽ സേ, ലുക്ക് നോക്കുക, ഹോൾഡ് പിടിക്കുക. ഓക്കെ, ഇത്രയും വാക്കുകളാണ് നമ്മൾ ഇതുവരെയായിട്ട് 38 ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചു വന്നത്. ഓക്കെ, പഠിച്ച് പരിശീലിച്ച് വന്നത്. പഠിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, നമ്മൾ പരിശീലിക്കുകയായിരുന്നു, അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ സെക്കൻഡ് അറ്റൻഡൻസ് ഇട്ടോളൂ. നമുക്ക് ഇന്നത്തെ വാക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ ആദ്യത്തെ വാക്കാണ് ബിൽഡ്. ബിൽഡ്, നിർമ്മിക്കുക. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന വാക്കാണ്, നമ്മൾ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ മുതൽ കേൾക്കുന്ന വാക്കാണ് ഇത്, അല്ലേ? ബിൽഡ്, ബിൽഡിംഗ് ബ്ലോക്സ്, അല്ലേ? കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന ഒരു കളിപ്പാട്ടമാണെന്ത് ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത്, അല്ലേ? ചെറിയ ചെറിയ കട്ടകൾ വെച്ച് പല രൂപങ്ങളും പല കാര്യങ്ങളും ഉണ്ടാക്കുക, അല്ലേ? നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ ഒരു കാറ്റലോഗ് ഉണ്ടാവും. പക്ഷേ കുട്ടികൾ അതൊന്നും നോക്കില്ല, അല്ലേ? അവരുടെ ഇഷ്ടത്തിൽ അവരുടെ ഭാവനയിൽ പല കാര്യങ്ങളും ഉണ്ടാക്കും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കട്ടകൾ ഉപയോഗിച്ച്. ഇവിടെ ഇതാ ചിത്രത്തിൽ നോക്കൂ, ടീച്ചർ വെച്ചതിൽ വലതുവശത്ത് അതുപോലെ ഒരു ചെറിയ കൊച്ചു വീടുണ്ടാക്കുകയാണ്. ഇടതുവശത്ത് എന്താണ്, ഒരു ജിക്സോ പീസസ് ഉപയോഗിച്ച് എന്തോ കാര്യങ്ങൾ എന്തോ
കാര്യം ബിൽഡ് ചെയ്യാണ് അല്ലേ, അതാണ് ബിൽഡ്, നിർമ്മിക്കുക. ഓക്കെ, നിർമ്മിക്കുക. നമ്മളൊരു രൂപം ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് ഈ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ അടിസ്ഥാനപരമായ പീസസ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും കട്ടകളോ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇപ്പം നമ്മളൊരു വീട് നിർമ്മിക്കുക, ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കല്ല്, സിമെൻറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നില്ലേ, അത് തന്നെ. അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഐറ്റംസ്, സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മളൊരു സംഭവം ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത്. അത് ഏതുമാകാം. BUILD, ബിൽഡ്. BUILD, ബിൽഡ്, നിർമ്മിക്കുക. നമ്മൾ ഇതേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് കൺസ്ട്രക്റ്റ്. CONSTRUCT. അത് ഇതിനോടൊപ്പം തന്നെ മറ്റൊരു വാക്കായി ഞാൻ വെക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്ട്രക്റ്റ്, ബിൽഡ്. ഇത് രണ്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ മീനിങ്, സെയിം മീനിങ് തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടി ഫോമലായിട്ട് പറയുമ്പോഴാണ് നമ്മൾ കൺസ്ട്രക്റ്റ് എന്നൊക്കെ പറയുക. കൺസ്ട്രക്ഷൻ വർക്ക് ഇൻ പ്രോഗ്രസ് എന്നൊക്കെ നമ്മൾ ബോർഡ് കാണാറുണ്ട് അല്ലേ. അത് എന്താണ്, കുറച്ചുകൂടി ഫോമലായിട്ടുള്ള യൂസേജാണ് ഈ കൺസ്ട്രക്റ്റ്. ഇപ്പോൾ റോഡ് പണി, എന്താണ് നമ്മുടെ ഫ്ലൈ ഓവേഴ്സ്, ബ്രിഡ്ജസ്, ഇതിൻ്റെയൊക്കെ പണികൾ നമ്മൾ കൺസ്ട്രക്ഷൻ എന്നുള്ള രീതിയിലാണ് പറയുക. അതുപോലെ തന്നെ സെയിം ഇപ്പോൾ വീട് തന്നെ കുറേ വീട് എന്ന് പറയുമ്പോൾ നമ്മൾ ബിൽഡ് ചെയ്യാന്ന് പറയും. അത് കൺസ്ട്രക്റ്റ് ചെയ്യാമെന്നും പറയാറുണ്ട്, വീട് കൺസ്ട്രക്റ്റ് ചെയ്യാമെന്ന് പറയാറുണ്ട്. കൂടാതെ വലിയ വലിയ സ്കൈ സ്ക്രേപ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ കൺസ്ട്രക്ഷൻ എന്ന് പറയും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് ആർ ഹാവിങ് സെയിം മീനിങ്. ഓക്കെ, രണ്ടിനും ഒരേ അർത്ഥമാണുള്ളത്. പക്ഷേ എന്താണ്, ഒന്ന് കുറച്ചുകൂടെ ഫോമലായിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ് കൺസ്ട്രക്റ്റ് എന്നുള്ളത്. ഓക്കെ, ബിൽഡ്, നമ്മൾ കുട്ടികളൊക്കെ ബിൽഡ് ചെയ്യുക എന്നാണ് പറയുക. കുട്ടികൾ ബിൽഡിംഗ് ബ്ലോക്സ് വെച്ചിട്ട് ബിൽഡ് ചെയ്യുന്നു. അതിനെ കൺസ്ട്രക്ട് ചെയ്യാന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മളത് ഫോമൽ യൂസേജിലാണ് കൺസ്ട്രക്റ്റ് എന്ന് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ ഇതും കൂടി എഴുതി വെച്ചോളൂ, കൺസ്ട്രക്റ്റ് എന്ന് കൂടി എഴുതി വെച്ചോളൂ. ഓക്കെ, CONSTRUCT. ഓക്കെ, കൺസ്ട്രക്റ്റ്. ഇത് ബിൽഡ്, നിർമ്മിക്കുക. ബിൽഡ്, BUILD, ബിൽഡ്, നിർമ്മിക്കുക. ഇനി നമ്മൾ നിർമ്മിച്ചു എന്ന് പറയാം എങ്ങനെ, ബിൽറ്റ്. ആ ഡി എടുത്ത് കളഞ്ഞിട്ട് അവിടെ ഒരു ടി ആഡ് ചെയ്യുന്നു. ഓക്കെ, ബിൽറ്റ്, ബിൽഡ്, ബിൽറ്റ്, ബിൽഡ്, ബിൽറ്റ്, ബിൽറ്റ്. V1 form base form build, V2 form past form built, V3 form past participle form built. V1 form base form build, BUILD, build. Okay, V2 form past form built, BUILT. V3 form past participle form built, BUILT. Okay, build, built, built, build, built, built, build, built, built. Okay, V1 form base form build, V2 form past form built, V3 form past participle form built. Okay, build, built, built, build, built, built. Okay, ഇനി അടുത്തത് എന്താണ്, നിർമ്മിക്കുന്നു. V4 ഫോം, പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം, ING ഫോം അല്ലേ. ബിൽഡിങ്, ബിൽഡിങ്, ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു വാക്കാണ്. ബിൽഡിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നാൽ നിർമ്മിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ലാതെ ഉപയോഗിക്കുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താണ്, നമ്മളൊരു വലിയ കെട്ടിടത്തെ നമ്മൾ ബിൽഡിംഗ് എന്ന് പറയും അല്ലേ. കെട്ടിടത്തെ നമ്മൾ ബിൽഡിംഗ് എന്ന് പറയും. ഓക്കെ, അത് നൗണാണ്, ജെറണ്ട് നൗണാണ്. ഓക്കെ, ജെറണ്ടാണ്. ജെറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ING ഫോമിൽ ഒരു ആക്ഷൻ വേർഡിന് നമ്മൾ നൗണായിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ജെറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, V4 ഫോം അല്ലെങ്കിൽ ING ഫോം, അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ കോലം ഉണ്ടല്ലോ, ING ഫോം, ആ ING ഫോമിനെ നമ്മൾ നൗണായിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ജെറണ്ട് എന്ന് പറയുന്നത്. അതുപോലെയുള്ളൊരു വാക്കാണ് ബിൽഡിംഗ്. നിങ്ങൾ ആ രീതിയിൽ ബിൽഡിംഗ് ഒരുപാട് തവണ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ V4 പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോമായിട്ട് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ബിൽഡിംഗ് എന്നുള്ളത് നമ്മൾ അങ്ങനെയും ഉപയോഗിക്കാറുണ്ടെന്ന്. ഇവിടെ ബിൽഡിംഗ് എന്ന് ഉദ്ദേശിച്ചത് നിർമ്മിക്കുന്നു, ക്രിയയാണ്, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്രിയയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ബിൽഡിംഗ്, V4 ഫോം, പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം, ബിൽഡിംഗ്. അതെങ്ങനെ ഉണ്ടാക്കാം, V1 ഫോം ബേസ് ഫോമിൻ്റെ കൂടെ ഒരു ING ജസ്റ്റ് ചേർത്തെഴുതിയാൽ മാത്രം മതി. ബിൽഡിംഗ്. ഓക്കെ, V1 ഫോം ബേസ് ഫോം ബിൽഡ്, V2 ഫോം പാസ്റ്റ് ഫോം ബിൽറ്റ്,
V3 form past participle form built, V4 form present participle form building, V5 form third person singular present form builds. Okay, builds. Build എന്ന് പറഞ്ഞിട്ട് എന്നുള്ളൊരു ശബ്ദം. Builds. Okay, build, built, built, building, builds. Build, built, built, building, builds. Okay, ഓക്കെ അല്ലേ മക്കളെ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ബിൽഡ് എന്ന വാക്ക് നമുക്ക് സെൻറ്റൻസസിലോട്ട് കൊണ്ടിടാം. They will build a new school. They will build a new school. They will build a new school. അവർ ഒരു പുതിയ സ്കൂൾ നിർമ്മിക്കും. അവർ ഒരു പുതിയ സ്കൂൾ നിർമ്മിക്കും. They will build. അവർ നിർമ്മിക്കും. Will build. നിർമ്മിക്കും. ചെയ്യാൻ പോകുന്ന കാര്യത്തിനാണ് നമ്മൾ will ചേർക്കുക. ഓക്കെ, will build. Will go. പോകും. Will come. വരും. Will beat. അടിക്കും, തോൽപ്പിക്കും. Will give. കൊടുക്കും. ഓക്കെ, ചെയ്യും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ will ഉപയോഗിക്കുക. ഇവിടെ they will build a new school. They will build a new school. അവർ ഒരു പുതിയ സ്കൂൾ നിർമ്മിക്കും. They will build a new school. They will build a new school. Okay. My grandfather built this house. My grandfather built this house. My grandfather built this house. എൻ്റെ മുത്തശ്ശൻ built പണിതു, നിർമ്മിച്ചു. This house ഈ വീട്. എൻ്റെ മുത്തശ്ശൻ ഈ വീട് നിർമ്മിച്ചു. എൻ്റെ മുത്തശ്ശൻ ഈ വീട് നിർമ്മിച്ചു. ഇങ്ങനെ ഒരു സെൻറ്റൻസ് നമുക്ക് മലയാളത്തിൽ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും ഇതൊരു അർത്ഥത്തിനൊരു പൂർണ്ണതയില്ലല്ലോ. ശരിക്കും നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ എൻ്റെ മുത്തശ്ശൻ ഈ വീട് നിർമ്മിച്ചു എന്ന് പറയില്ല. പക്ഷെ ആ സെൻറ്റൻസ് ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ അർത്ഥം അതാണ്. പക്ഷെ നമ്മൾ ഈ ഒരു സെൻറ്റൻസ് എവിടെയാണ് ഉപയോഗിക്കുക? എൻ്റെ മുത്തശ്ശനാണ് ഈ വീട് നിർമ്മിച്ചത്, എൻ്റെ മുത്തശ്ശനാണ് ഈ വീട് പണിതത് എന്നൊക്കെ നമ്മൾ ആരോടെങ്കിലും പറയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ ഈ ഇംഗ്ലീഷ് സെൻറ്റൻസ് യൂസ് ചെയ്യുക. മൈ ഗ്രാൻഡ് ഫാദർ ബിൽറ്റ് ദിസ് ഹൗസ്. ഓക്കെ, പക്ഷെ ഞാൻ പറഞ്ഞു, നമ്മൾ ക്ലാസ്സസ് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞതാണ്, നമ്മൾ മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്കും നമ്മൾ മാറ്റി, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ മലയാളത്തിൽ പറയുന്ന അതേ ഇതിൽ നമുക്ക് ഇംഗ്ലീഷിലേക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ പറയുന്ന അതേ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് മലയാളത്തിലും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് മലയാളത്തിൽ ഇങ്ങനെയൊരു സെൻറ്റൻസാണ് വരുന്നതെങ്കിൽ ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളൊരു തിരിച്ചറിവ് വന്ന് നമുക്ക് നിർമ്മിച്ച് പറയാനേ പറ്റുള്ളൂ. ഇവിടെ മൈ ഗ്രാൻഡ് ഫാദർ ബിൽറ്റ് ദിസ് ഹൗസ്, ആ സെൻറ്റൻസിൻ്റെ വാക്കർത്ഥം വെച്ച് പറയുവാണെങ്കിൽ എൻ്റെ മുത്തശ്ശൻ ഈ വീട് നിർമ്മിച്ചു. അത് നമ്മൾ മലയാളികൾ എൻ്റെ മുത്തശ്ശൻ ഈ വീട് നിർമ്മിച്ചു എന്ന് പറയില്ല. നമ്മളെങ്ങനെയാണ് പറയുക? എൻ്റെ മുത്തശ്ശനാണ് ഈ വീട് നിർമ്മിച്ചത്. ഓക്കെ, അത് തന്നെ ആ അർത്ഥം തന്നെയാണ് ഇതിന്. ഇംഗ്ലീഷിൽ നമ്മൾ ഇങ്ങനെയാണ് പറയുക. ഓക്കെ, മൈ ഗ്രാൻഡ് ഫാദർ ബിൽറ്റ് ദിസ് ഹൗസ്. എൻ്റെ മുത്തശ്ശൻ ഈ വീട് നിർമ്മിച്ചു. ഓക്കെ, നെക്സ്റ്റ്, ദ ബേർഡ് ഹാസ് ബിൽറ്റ് എ നെസ്റ്റ് ഇൻ ദ ട്രീ. ദ ബേർഡ് ഹാസ് ബിൽറ്റ് എ നെസ്റ്റ് ഇൻ ദ ട്രീ. ദ ബേർഡ് ഹാസ് ബിൽറ്റ് എ നെസ്റ്റ് ഇൻ ദ ട്രീ. ഇവിടെ എന്താണ് ഹാസ് ബിൽറ്റ്? ഇവിടെ ബിൽറ്റ് എന്താണ്? V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. പക്ഷി മരത്തിൽ കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്, നിർമ്മിച്ചിട്ടുണ്ട്. കൂട് നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷി മരത്തിൽ കൂട് നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷി മരത്തിൽ കൂട് നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷി മരത്തിൽ കൂട് നിർമ്മിച്ചിട്ടുണ്ട്. ഓക്കെ, the bird has built a nest in the tree. The bird has built a nest in the tree. He is building a tower. He is building a tower.
ഹി ഈസ് ബിൽഡിംഗ് എ ടവർ. ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപുരം. ഓക്കെ, അവൻ ഒരു ഗോപുരം നിർമ്മിക്കുകയാണ്. ഹി ഈസ് ബിൽഡിംഗ്, അവൻ നിർമ്മിക്കുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈസ് ബിൽഡിംഗ്, നിർമ്മിക്കുകയാണ്, നിർമ്മിക്കുന്നു. ഓക്കെ, ഹി ഈസ് ബിൽഡിംഗ് എ ടവർ. ഹി ഈസ് ബിൽഡിംഗ് എ ടവർ. ഹി ഈസ് ബിൽഡിംഗ് എ ടവർ. എന്താണ്? അവൻ ഒരു ഗോപുരം നിർമ്മിക്കുകയാണ്. അടുത്തത്, ഷീ ബിൽഡ്സ് ബ്യൂട്ടിഫുൾ സാൻഡ് കാസൽസ്. ഷീ ബിൽഡ്സ് ബ്യൂട്ടിഫുൾ സാൻഡ് കാസൽസ്. ഷീ ബിൽഡ്സ് ബ്യൂട്ടിഫുൾ സാൻഡ് കാസൽസ്. ഓക്കെ, അവൾ മനോഹരമായ, ഭംഗിയുള്ള, ബ്യൂട്ടിഫുൾ, മനോഹരമായ, ഭംഗിയുള്ള മണൽ കൊട്ടാരങ്ങൾ നിർമ്മിക്കും, നിർമ്മിക്കാറുണ്ട്, നിർമ്മിക്കുന്നു. അത് ആ കുട്ടിയുടെ കഴിവാണ്. ഓക്കെ, ഷീ ബിൽഡ്സ് ബ്യൂട്ടിഫുൾ സാൻഡ് കാസൽസ്. സാൻഡ് കാസൽസ്. സാൻഡ് സാധാരണ നമ്മുടെ മണൽ പറയുന്ന സാൻഡ്, അത് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ കാസിൽസ്. ഓക്കെ, സാൻഡ് കാസൽസ്. ഷീ ബിൽഡ്സ് ബ്യൂട്ടിഫുൾ സാൻഡ് കാസൽസ്. ഷീ ബിൽഡ്സ് ബ്യൂട്ടിഫുൾ സാൻഡ് കാസൽസ്. ഓക്കെ, അവൾ മനോഹരമായ മണൽ കൊട്ടാരങ്ങൾ നിർമ്മിക്കും, നിർമ്മിക്കാറുണ്ട്, നിർമ്മിക്കുന്നു. അത് എന്താണ്? ആളുടെ ഒരു കഴിവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. തേർഡ് പേഴ്സൺ സിംഗുലർ പ്രസൻറ്റ് ഫോം ബിൽഡ്സ്. ഷീ ബിൽഡ്സ് ബ്യൂട്ടിഫുൾ സാൻഡ് കാസൽസ്. ഓക്കെ, ഇനി ടീച്ചറിൻ്റെ കൂടെ തന്നെ 3 തവണ സെൻറ്റൻസസ് വായിക്കുക. ഓക്കെ, റെഡി? They will build a new school. They will build a new school. They will build a new school. My grandfather built this house. My grandfather built this house. My grandfather built this house. The bird has built a nest in the tree. The bird has built a nest in the tree. The bird has built a nest in the tree. He is building a tower. He is building a tower. He is building a tower. She builds beautiful sand castles. She builds beautiful sand castles. She builds ബ്യൂട്ടിഫുൾ സാൻഡ് കാസൽസ്. ഓക്കെ അല്ലേ മക്കളെ? എന്ത് ചെയ്യണം? നിങ്ങൾ ഇവിടെ ബിൽഡ് എന്ന വാക്കിൻ്റെ V1, V2, V3, V4, V5 ഒന്ന് കോമൻറ്റ് ചെയ്യണം. ഓക്കെ, ബിൽഡ്, ബിൽഡിംഗ്, ബിൽഡ്സ്. ഓക്കെ അല്ലേ മക്കളെ? ഇനി അടുത്ത വാക്കിലേക്ക് പോകാം. ഓക്കെ, ഇനി അടുത്ത വാക്ക് നോക്കൂ. നിങ്ങൾക്ക് അവിടെ ടീച്ചറുടെ ഇമോജിയും ആ ഒരു ബോയുടെ ഗ്രാഫിക്കും വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അല്ലേ? ആലോചിക്കുക, ചിന്തിക്കുക, കരുതുക. ഓക്കെ, അതാണ് നമ്മൾ അടുത്ത വാക്ക് പഠിക്കുന്നത്. ഓക്കെ, തിങ്ക്. THINK. വളരെ സ്പഷ്ടമായി തന്നെ പറയണം. ഡ്രിങ്ക് എന്ന് പറയുന്നത് പോലെ തന്നെ തിങ്ക്. ഓക്കെ, തിങ്ക്, ആലോചിക്കുക, ചിന്തിക്കുക, കരുതുക. ഓക്കെ, ഇങ്ങനെയൊക്കെ അർത്ഥം നമുക്ക് പറയാം. തിങ്ക്. ഓക്കെ, THINK, തിങ്ക്. ആ വലതുവശത്തുള്ള ഇമോജി ഒരുപാട് തവണ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഞാൻ തന്നെ ഒരുപാട് തവണ ഉപയോഗിക്കുന്നുണ്ട്. ആ ഇമോജി അടുത്താണ് വന്നത്, പക്ഷേ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇമോജിയാണ്. ഓക്കെ, തിങ്ക്. THINK, തിങ്ക്. ആലോചിക്കുക, ചിന്തിക്കുക, കരുതുക, ഇതൊക്കെ അതിൻ്റെ അർത്ഥമാണ്. ഓക്കെ, തിങ്ക്. THINK, തിങ്ക്. ഇനി ചിന്തിച്ചു, ആലോചിച്ചു, കരുതി എന്നൊക്കെ എങ്ങനെ പറയാം? തോട്ട്. നമ്മുടെ ഫോട്ട് എന്നായതിൻ്റെ രീതിയിലുള്ള സ്പെല്ലിംഗ് ആണ് ഇവിടെ തിങ്ക് തോട്ട് വരുന്നത്. THOUGHT. അല്ലെങ്കിൽ ബോട്ട് ആയതുപോലെയാണ് ഇവിടെ വരുന്നത് BOUGHT, ബോട്ട്. ഓക്കെ, അതുപോലെ THOUGHT. ഇതിൽ TH കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്? OUGHT വരുന്നത്. അത് ഓർക്കണം.
Okay, THOUGHT, thought. Okay, think, thought, thought. Think, thought, thought. Okay, THINK, think, THOUGHT, 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 thought. V1 form base form think, V2 form past form thought, V3 form past participle form thought. Okay, think, thought, thought. Think, thought, thought. Okay, THINK, think, THOUGHT, thought. V1 form base form think, V2 form past form thought, V3 form past participle form thought. Okay അല്ലേ മക്കളെ? ഇനി എന്താണ്? ആലോചിക്കുന്നു, കരുതുന്നു, ചിന്തിക്കുന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ING ചേർക്കണം അല്ലേ? അത് സിമ്പിളാണിതിൽ. എങ്ങനെയാണ്? തിങ്ക് എന്ന V1 ഫോം ബേസ് ഫോമിൻ്റെ കൂടെ ഒരു ING ജസ്റ്റ് ചേർത്തെഴുതുക. തിങ്കിങ്, തിങ്കിങ്. ഓക്കെ, തിങ്കിങ്, THINKING, തിങ്കിങ്. ഓക്കെ, തിങ്ക്, തോട്ട്, തിങ്കിങ്. തിങ്ക്, തോട്ട്, തിങ്കിങ്. തിങ്ക് ആലോചിക്കുക, കരുതുക. തോട്ട് ആലോചിച്ചു, കരുതി. തിങ്കിങ് ആലോചിക്കുന്നു, കരുതുന്നു. ഓക്കെ, തിങ്ക്, തോട്ട്, തോട്ട്. ഓക്കെ, തിങ്ക്, തോട്ട്, തോട്ട്. V1 form base form think, V2 form past form thought, V3 form past participle form thought, V4 form present participle form thinking, V5 form third person singular present form things. തിങ്സ് എന്ന് എഴുതാൻ THINK എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിലൊരു എസും കൂടി എഴുതുക. തിങ്സ്. തിങ്ക്, തോട്ട്, തോട്ട്, തിങ്കിങ്, തിങ്സ്. തിങ്ക്, തോട്ട്, തോട്ട്, തിങ്കിങ്, തിങ്സ്. ഓക്കെ, തിങ്ക് ആലോചിക്കുക, ചിന്തിക്കുക, കരുതുക. തോട്ട് ആലോചിച്ചു, ചിന്തിച്ചു, കരുതി. തിങ്കിങ് ആലോചിക്കുന്നു, ചിന്തിക്കുന്നു, കരുതുന്നു. ഓക്കെ, V1 form base form think, V2 form past form thought, V3 form past participle form thought, V4 form present participle form thinking, V5 form third person singular present form things. V1 form base form think, V2 form past form thought, V3 form past participle form thought, V4 form present participle form thinking, V5 form third person singular present form things. ഓക്കെ അല്ലേ മക്കളെ? ഇനി എന്ത് ചെയ്യാം? നമുക്ക് സെൻറ്റൻസസിൽ ഈ തിങ്കിനെ കൊണ്ടുപോയിടാം അല്ലേ? ഓക്കെ, I think it will rain. I think it will rain. It will rain എന്ന് പറഞ്ഞാൽ എന്താണ്? മഴ പെയ്യും. I think, ഞാൻ കരുതുന്നു. ഞാൻ കരുതുന്നു മഴ പെയ്യുമെന്ന്. ഓക്കെ, ഞാൻ വിചാരിക്കുന്നു, എനിക്ക് തോന്നുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഞാൻ കരുതുന്നു മഴ ഇപ്പോൾ പെയ്യും. ഓക്കെ, I think it will rain. മഴ പെയ്യുമെന്ന് ഞാൻ കരുതുന്നു. I think it will rain. മഴ പെയ്യുമെന്ന് ഞാൻ കരുതുന്നു. I think it will rain. മഴ പെയ്യുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, I think it will rain. I think it will rain. നമ്മൾ ഊഹിച്ച് പറയുന്ന കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണിത്. I think it will rain. I think she will come. I think I'll get a first class റിസൾട്ടിൽ. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, I think it will rain. I can എന്ന് പറയുന്നത് എനിക്ക് സാധിക്കും എന്നാണ്. I think എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കരുതുന്നു, ഞാനൊരു അസംഷൻ പറയുകയാണ്. ഓക്കെ, she thought about her vacation. She thought about her vacation. She thought about her vacation. അവൾ തൻ്റെ അവധിക്കാലത്തെക്കുറിച്ച് ചിന്തിച്ചു. അവൾ തൻ്റെ അവധിക്കാലത്തെക്കുറിച്ച് ചിന്തിച്ചു. വെക്കേഷന് പോകുന്നതിനെ കുറിച്ചിട്ട് പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവൾ തൻ്റെ അവധിക്കാലത്തെക്കുറിച്ച് ചിന്തിച്ചു. She thought about her vacation. She thought about her vacation. നമ്മൾ ചിന്തിച്ചൊരു തീരുമാനമൊക്കെ എടുക്കുന്നില്ലേ? അങ്ങനെയുള്ള കേസസിൽ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണിത്. ഓക്കെ, She thought about her vacation. അവൾ തൻ്റെ അവധിക്കാലത്തെക്കുറിച്ച്
ചിന്തിച്ചു. She thought about her vacation. She thought about her vacation. അടുത്തത്, he has thought of a good idea. He has thought of a good idea. He has thought of a good idea. അവൻ ഒരു നല്ല ആശയം ആലോചിച്ചിട്ടുണ്ട്. ഐഡിയ ആശയം, ഗുഡ് നല്ലത്. He has thought of a good idea. He has thought of a good idea. അവൻ ഒരു നല്ല ആശയം ആലോചിച്ചിട്ടുണ്ട്. ഹാസ് തോട്ട്, ഇവിടെ തോട്ട് എന്താണ്? V3 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. He has thought of a good idea. Okay? He has thought of a good idea. അടുത്തത്, they are thinking about dinner. They are thinking about dinner. They are thinking about dinner. അവർ അത്താഴത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ആർ തിങ്കിങ്, ദേ എന്നുള്ളത് പ്ലൂറൽ, ഒന്നിൽ കൂടുതലായതുകൊണ്ടാണ് ആർ തിങ്കിങ്. അത് നേരെ മറിച്ച് ഐ ആണെങ്കിൽ ആം തിങ്കിങ് ആവുമായിരുന്നു. ഷീ ഓർ ഹീ ആണെങ്കിൽ ഈസ് തിങ്കിങ് എന്നാവുമായിരുന്നു. ഓക്കെ, ദേ ആർ തിങ്കിങ് അബൌട്ട് ഡിന്നർ. അവർ അത്താഴത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഡിന്നർ, അത്താഴം, രാത്രി ഭക്ഷണം. ഓക്കെ, ദേ ആർ തിങ്കിങ് അബൌട്ട് ഡിന്നർ. അടുത്തത്, മൈ ബ്രദർ തിങ്സ് ക്വിക്ക്ലി. മൈ ബ്രദർ തിങ്സ് ക്വിക്ക്ലി. മൈ ബ്രദർ തിങ്സ് ക്വിക്ക്ലി. എൻ്റെ സഹോദരൻ വേഗത്തിൽ ചിന്തിക്കും, ചിന്തിക്കാറുണ്ട്, ചിന്തിക്കുന്നയാളാണ്, ചിന്തിക്കുന്നു, എങ്ങനെയും പറയാം. കാരണം അത് അയാളുടെ ഒരു സ്വഭാവമാണ്, അതൊരു കഴിവാണ്, സ്വഭാവമാണ്. ഓക്കെ, ഇവിടെ തേർഡ് പേഴ്സൺ സിംഗുലർ പ്രസൻറ്റ് ഫോം തിങ്സ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. മൈ ബ്രദർ തിങ്സ് ക്വിക്ക്ലി. ക്വിക്ക്ലി. ഓക്കെ, എൻ്റെ സഹോദരൻ വേഗത്തിൽ ചിന്തിക്കും, അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ വേഗത്തിൽ ചിന്തിക്കാറുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ വേഗത്തിൽ ചിന്തിക്കുന്നയാളാണ്, അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ വേഗത്തിൽ ചിന്തിക്കുന്നു, എങ്ങനെയോ എഴുതാം. ഓക്കെ, മൈ ബ്രദർ തിങ്സ് ക്വിക്ക്ലി. മൈ ബ്രദർ തിങ്സ് ക്വിക്ക്ലി. ഓക്കെ, എന്ത് ചെയ്യണം? എൻ്റെ കൂടെ തന്നെ അതിന് മുൻപ് ഒരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? ഇവിടെ ഈ സ്ക്രീനിൽ ആഡ്ജക്റ്റീവും കാണുന്നുണ്ട്, ആഡ്വേർബും കാണുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ആഡ്ജക്റ്റീവ് എന്ന് എഴുതിയിട്ട് ഡാഷ് ഇട്ടിട്ട് ഈ സ്ക്രീനിൽ കാണുന്നതിൽ ഏതാണ് ആഡ്ജക്റ്റീവ് എന്നുള്ളത് എഴുതണം. അതുപോലെ തന്നെ ആഡ്വേർബ് എന്ന് എഴുതിയിട്ട് ഏതാണ് ആഡ്വേർബ് എന്ന് എഴുതണം. ഏതാണ് ആഡ്ജക്റ്റീവ് എന്ന് എഴുതണം, ഏതാണ് ആഡ്വേർബ് എന്ന് എഴുതണം. ഓക്കെ, ആഡ്ജക്റ്റീവ് എന്ന് എഴുതിയിട്ട് ഏതാണ് ആഡ്ജക്റ്റീവ് എന്ന് നിങ്ങൾ എഴുതണം. അതുപോലെ തന്നെ ആഡ്വേർബ് എന്ന് എഴുതിയിട്ട് ഏതാണ് ആഡ്വേർബ് എന്ന് എഴുതണം. ഓക്കെ, അത് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ടീച്ചറിൻ്റെ കൂടെ തന്നെ ഈ സെൻറ്റൻസസ് 3 തവണ വായിക്കാം. ഓക്കെ അല്ലേ? വായിക്കാം. I think it will rain. I think it will rain. I think it will rain. She thought about her vacation. She thought about her vacation. She thought about her vacation. He has thought of a good idea. He has thought of a good idea. He has thought of a good idea. They are thinking about dinner. They are thinking about dinner. They are thinking about dinner. My brother thinks quickly. My brother thinks quickly. My brother thinks quickly. ഓക്കെ അല്ലേ മക്കളെ? ഇനി എന്ത് ചെയ്യണം? തിങ്ക്, തോട്ട്, തോട്ട്, തിങ്കിങ്, തിങ്സ്. ഈ 5 വാക്കുകളും ഇവിടെ കോമൻറ്റ് ചെയ്യുക. ഇതൊക്കെ എന്താണ്? V1, V2, V3, V4, V5 ഫോംസ് ഓഫ് ആക്ഷൻ വേർഡ് തിങ്ക്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? വേഗം കോമൻറ്റ് ചെയ്തോളൂ. നമ്മൾ ഇന്ന് പഠിച്ച 2 പുതിയ ആക്ഷൻ വേർഡ്സാണ് തിങ്ക്, ബിൽഡ്.
ബിൽഡ് നിർമ്മിക്കുക. കൺസ്ട്രക്റ്റ് എന്നുള്ള വാക്കിൻ്റെ അതേ അർത്ഥമാണ് ബിൽഡിനും. പക്ഷേ കൺസ്ട്രക്റ്റ് കുറച്ചുകൂടെ ഫോമൽ സെറ്റപ്പിൽ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, ഫോമൽ ആയിട്ടുള്ള കാര്യത്തിലാണ് നമ്മൾ കൺസ്ട്രക്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. ഓക്കെ, ബിൽഡ് നിർമ്മിക്കുക. ബിൽഡ് നിർമ്മിക്കുക. തിങ്ക് ആലോചിക്കുക, ചിന്തിക്കുക, കരുതുക എന്നൊക്കെ പറയും. THINK തിങ്ക്. ആലോചിക്കുക, ചിന്തിക്കുക, കരുതുക എന്നൊക്കെ പറയും. ഓക്കെ, ഈ രണ്ട് ആക്ഷൻ വേർഡ്സ് ആണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ബിൽഡ് നിർമ്മിക്കുക. V1 form base form build, V2 form past form built, V3 form past participle form built, V4 form present participle form building, V5 form third person singular present form builds. ഇനി അടുത്തത് think. V1 form base form think, V2 form past form thought, V3 form past participle form thought, V4 form present participle form thinking, V5 form third person singular present form things. ഓക്കെ അല്ലേ മക്കളെ? എന്ത് ചെയ്യണം? ഈ രണ്ട് വാക്കിൻ്റെയും ബിൽഡ് അതുപോലെ തന്നെ തിങ്ക്, ഈ രണ്ട് വാക്കിൻ്റെയും V1, V2, V3, V4, V5 ഫോംസ് ഇവിടെ കോമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി എന്താണ്? ഇനി നമ്മുടെ ഓട്ട മത്സരമാണ് അല്ലേ? എല്ലാവരും കയ്യും കാലും ഒക്കെ ഒന്ന് ഉഷാറാക്കി റെഡി ആയിക്കോളൂ ഓട്ട മത്സരത്തിനായി. എല്ലാവരും റെഡിയല്ലേ? റെഡി? 1, 2, 3 start. Run, ran, run, running, runs. Jump, jumped, jumped, jumping, jumps. Eat, ate, eaten, eating, eats. Brush, brushed, brushed, brushing, brushes. Read, 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 reading, reads. Drink, drank, drunk, drinking, drinks. Wash, washed, washed, washing, washes. Play, played, played, playing, plays. Sit, sat, sat, sitting, sits. Walk, walked, walked, walking, walks. Go, went, gone, going, goes. Come, came, come, coming, comes. Climb, climbed, climbed, climbing, climbs. Fly, flew, flown, flying, flies. Swim, swam, swum, swimming, swims. Tear, tore, torn, tearing, tears. Cook, cooked, cooked, cooking, cooks. Cut, 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 cutting, cuts. Write, wrote, written, writing, writes. Learn, learnt, learnt, learning, learns. Stand, stood, stood, standing, stands. Sleep, slept, slept, sleeping, sleeps. Dance, danced, danced, dancing, dances. Sing, sang, sung, singing, sings. Pray, prayed, prayed, praying, prays. Draw, drew, drawn, drawing, draws. Wear, wore, worn, wearing, wears. Put, 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 putting, puts. Take, took, taken, taking, takes. See, saw, seen, seeing, sees. Watch, watched, watched, watching, watches. Grow, grew, grown, growing, grows. Comb, combed, combed, combing, combs. Beat, beat, beaten, beating, beats. Hit, 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 hitting, hits. Kick, kicked, kicked, kicking, kicks. Prepare, prepared, prepared, preparing, prepares. Make, made, made, making, makes. Teach, taught, taught, teaching, teaches. Bring, brought, brought, bringing, brings. Buy, bought, bought, buying, buys. Begin, began, begun, beginning, begins. Become, became, become, becoming, becomes. Dig, dug, dug, digging, digs. Do, did, done, doing, does. Forget, forgot, forgotten, forgetting, forgets. Forgive, forgave, forgiven, forgiving, forgives. Fall, fell, fallen, falling, falls. Feel, felt, felt, feeling, feels. Fight, fought, fought, fighting, fights. Find, found, found, finding, finds. Freeze, froze, frozen, freezing, freezes. Give, gave, given, giving, gives. Hear, heard, heard, hearing, hears. Listen, listened, listened, listening, listens. Keep, kept, kept, keeping, keeps. Know, knew, known, knowing, knows. Lead, led, led, leading, leads.
Lend, lent, lent, lending, lends. Rise, rose, risen, rising, rises. Sell, sold, sold, selling, sells. Spend, spent, spent, spending, spends. Advise, advised, advised, advising, advises. Push, pushed, pushed, pushing, pushes. Pull, pulled, pulled, pulling, pulls. Try, tried, tried, trying, tries. Fry, fried, fried, frying, fries. Cry, cried, cried, crying, cries. Dry, dried, dried, drying, dries. Clean, cleaned, cleaned, cleaning, cleans. Tidy, tidied, tidied, tidying, tidies. Dust, dusted, dusted, dusting, dusts. Sweep, swept, swept, sweeping, sweeps. Mop, mopped, mopped, mopping, mops. Speak, spoke, spoken, speaking, speaks. Talk, talked, talked, talking, talks. Tell, told, told, telling, tells. Say, said, said, saying, says. Look, looked, looked, looking, looks. Hold, held, held, holding, holds. Build, built, built, building, builds. Think, thought, thought, thinking, thinks. ഓക്കെ അല്ലേ മക്കളെ? ലാസ്റ്റ് അറ്റൻഡൻസ് ഇട്ട് എല്ലാവരും ബൈ ബൈ പറഞ്ഞോളൂ. ഹാപ്പി ലേണിംഗ്. എല്ലാവരും ഹോംവർക്ക്സും ആക്ടിവിറ്റീസൊക്കെ ചെയ്യണം കേട്ടോ. അത് മറക്കരുതേ. ബൈ.